കറണ്ട് ലൂപ്പ്, ടോർക്ക് ഓൺ എ കറണ്ട് ലൂപ്പ്, ഒരു കറണ്ട് ലൂപ്പിന് ഫീൽ ചെയ്യുന്ന ടോർക്കിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. നോക്കൂ, എ ലൂപ്പ് ഓഫ് എ കറണ്ട് ക്യാരിയിങ് വയർ, എ ലൂപ്പ് ഓഫ് എ കറണ്ട് ക്യാരിയിങ് വയർ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ശ്രദ്ധിക്കുക, ഈ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ലൂപ്പ് ഓഫ് കറണ്ട് വെക്കുന്നു, ഒരു ലൂപ്പ് ഓഫ് കറണ്ട് വെക്കുന്നു. അതായത് നോക്കൂ, ഇത് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ് അല്ലേ. ഈ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഞാൻ ഇതേപോലെ ഒരു ലൂപ്പാക്കിയിട്ട്, അതായത് ലൂപ്പ് എന്ന് പറയുന്നത് രണ്ടറ്റവും കൂട്ടിമുട്ടിയത് എന്നുള്ള ഫീലാണ് അർത്ഥം വരുന്നത്. ഒരു ലൂപ്പ് ഞാനൊരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള, ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഒരു ലൂപ്പ് വെച്ചു. ഈ ലൂപ്പിലൂടെ ഞാൻ എന്താക്കി? കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ കറണ്ട് പാസ് ചെയ്തിട്ട് ഇങ്ങനെ തിരിച്ചു വരുന്നുണ്ട്. ഇങ്ങനെ കറണ്ട് പാസ് ചെയ്യുന്ന ഒരു ലൂപ്പ് ഞാൻ ഈ മാഗ്നറ്റിക് ഫീൽഡിനുള്ളിൽ വെച്ചു. എക്സ്പീരിയൻസസ് നോ നെറ്റ് ഫോഴ്സ്, ഒരു പ്രത്യേകിച്ചിട്ടൊരു ഫോഴ്സ് ഇതിനെ നെറ്റ് ഫോഴ്സ് ആയിട്ട് ഫീൽ ചെയ്യൂല. ബട്ട് ദർ വിൽ ബി ആക്ടിങ് ടോർക്ക്, ഒരു ടോർക്ക് അവിടെ ഫീൽ ചെയ്യും. എങ്ങനെ? ദിസ് ടോർക്ക് ടെൻസ് ടു റൊട്ടേറ്റ് ദ ലൂപ്പ് ടു ബ്രിങ് ഇറ്റ്സ് പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ ഫീൽഡ് ഓഫ് ഡയറക്ഷൻ. അതായത് നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ ഈ ലൂപ്പ്, അതായത് ചാർജ് ഇങ്ങനെ കടത്തിക്കൊണ്ടിരിക്കുന്ന ലൂപ്പാണ്, ഈ ലൂപ്പ് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഈ മാഗ്നറ്റിക് ഫീൽഡും ഈ ചാർജും തമ്മിൽ പെർപെൻഡിക്കുലർ ടു ദ ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണല്ലോ, രണ്ടും പെർപെൻഡിക്കുലർ ആക്സിസ് ആയിരിക്കും. അതോടുകൂടി ഒരു ടോർക്ക് ഇതിന് ഫീൽ ചെയ്യും. ആ ടോർക്കിനനുസരിച്ചിട്ട് ഇത് കറങ്ങാൻ തുടങ്ങും, റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. മനസ്സിലായോ? ഈ റൊട്ടേഷനെയാണ് ടോർക്ക് ഓൺ എ കറണ്ട് ലൂപ്പ് പറയുന്നത്. ആ ടോർക്ക് കാരണമാണ് ഈ റൊട്ടേഷൻ ഉണ്ടാകുന്നത്. നോക്കൂ, ഈ റൊട്ടേഷൻ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഏതൊക്കെ രീതിയിലാണ് ശരിക്കും ഉപയോഗപ്പെടുന്നത്? നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മോട്ടോറിൽ, ഇപ്പോൾ ഫാന് കറങ്ങുന്ന മോട്ടോറുണ്ടല്ലോ, അല്ലെങ്കിൽ സാധാരണ മറ്റെന്ത് മോട്ടോറാണെങ്കിലും ഈ ഒരു പ്രിൻസിപ്പിളാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഈ ഒരു പ്രിൻസിപ്പിളാണ്. മാഗ്നറ്റിക് ഫീൽഡ് വെക്കുക, അതിന് നേരെ സർക്യൂട്ട് ബോർഡ് വെക്കുക. ഇത് നോക്കൂ, ആ ഇക്വേഷൻ ടോർക്ക് ഈക്വൽ ടു, ശ്രദ്ധിക്കുക, ടോർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് between them. Force into perpendicular distance between them, that will be answered BILB sin theta എന്ന ഇക്വേഷൻ വരും. BILB sin theta എന്ന ഇതിലേക്ക് വരും. ഇനി നോക്കൂ, ഈ ഒരു ടോർക്ക് നോക്കൂ, ഈ ഒരു സർക്കുലർ ലൂപ്പ് ഞാൻ കുറച്ചുകൂടെ കോയിൽ കൂട്ടി, ഒരു 1 2 3 4 കോയിൽസ് കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷനിൽ എന്ത് മാറ്റം വരും? പ്രത്യേകിച്ചൊന്നും വരില്ല, ഒരു നമ്പർ ഓഫ് ടേൺസ് എന്നുള്ളൊരു സംഭവം കൂടെ വരും. N ഇൻറ്റു BILB sin theta. N വിൽ ബി നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽ, നമ്പർ ഓഫ് ദ ടേൺസ് എന്നുള്ള ഒരു ടേമും കൂടെ വരും, നമ്പർ ഓഫ് ടേൺസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ഇനി നോക്കാം, മാഗ്നറ്റിക് ഡൈപോൾ, കറണ്ട് ക്യാരിയിങ് സർക്കുലർ കോയിൽ ഓഫ് എ വയർ, a small bar magnet. നോക്കൂ, the magnetic field due to the magnetic dipole at a point. ശ്രദ്ധിക്കുക, the magnetic field due to magnetic dipole at a point കാണുന്നുള്ള ഇക്വേഷൻ ആണ് B equal to mu0 by 4 pi into 2m r cube. mu0 by 4 pi നമുക്കറിയാം, mu0 4 pi എന്താണുള്ളത് അല്ലേ? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് 2m by r cube. ഇനി ടോർക്ക് ഓൺ എ മാഗ്നറ്റിക് ഡൈപോൾ പ്ലേസ്ഡ് ഇൻ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ശ്രദ്ധിക്കുക, ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ മാഗ്നറ്റിക് ഡൈപോൾ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടോർക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുക എന്നുള്ളതാണ് കാണുന്നത്. ഈ ടോർക്ക് കാണുന്ന ഇക്വേഷൻ ടോർക്ക് ഈക്വൽ ടു എം ഇൻറ്റു ബി. ടോർക്ക് എന്ന് പറയുന്ന ലെറ്റർ ഡിനോട്ട് ചെയ്യുന്നത്, നോക്കൂ, ടോർക്കിനെ ഇങ്ങനെയുള്ളൊരു ടി കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ടോർക്ക് ഈക്വൽ ടു എം ക്രോസ് ബി, എം ബി സൈൻ തീറ്റ എന്ന് വരും. ഇത് ഡിറക്ഷൻ ഡിപ്പെൻഡഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്, സൈൻ തീറ്റ. ഓക്കെ.